ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് ചേർക്കാതെയുള്ള അപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പി കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് പച്ചരി ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 കപ്പ് അരി, ഈ 240 ml അളവ് കപ്പിൽ 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിരാനായി വയ്ക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ സെലക്ട് ചെയ്യുമ്പോൾ അധികം മുറ്റാത്തത് നോക്കി സെലക്ട് ചെയ്യണം. ഇതുപോലെ അധികം മുറ്റിപ്പോകരുത്. അപ്പോൾ ഇത് കുറച്ചൊരു വൈറ്റ് കളറ്, നല്ല ബ്രൗൺ ആണെങ്കിൽ മുറ്റിയതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉടച്ചിട്ട് ഒരുപാട് ഇളം തേങ്ങയും എടുക്കാൻ പാടില്ല. ഒരു മുറ്റിയതുമാകരുത്, തീരെ ഇളം കരിക്ക് പോലത്തതുമാകരുത്. ഒരു മീഡിയം ആയിട്ടുള്ളത് ഇതുപോലത്തത് നമുക്കെടുക്കാം. ഇനി നമുക്കിത് ഉടച്ചിട്ട് ഇതിൻ്റെ വെള്ളവും വേണമെങ്കിൽ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ അരി ഒരു 4-5 മണിക്കൂർ കുതിർത്തി എടുത്തത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത തേങ്ങയുടെ വെള്ളം അതും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയെടുത്തു. ഈ അടിഭാഗത്ത് വരുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല വൈറ്റ് പാർട്ട് മാത്രം എടുക്കാം. ഞാൻ ആ തേങ്ങ മുഴുവനും ചിരകിയെടുത്തു. ഏകദേശം ഒരു 2 കപ്പ് തേങ്ങയുണ്ട്. നമ്മുടെ അളവ് കപ്പിൽ തന്നെ അരിയെടുത്ത അതേ അളവിൽ 2 കപ്പ് തേങ്ങയുണ്ട്. ഞാൻ എടുത്ത തേങ്ങ മുഴുവനും ചിരകിയെടുത്തു. ഈ അടിഭാഗം ഒഴിവാക്കിയതിന് ശേഷം അരച്ചാൽ മതി. ഇപ്പോൾ തേങ്ങ എളുപ്പത്തിൽ ചിരകിയെടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്കിപ്പോൾ നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് എളുപ്പത്തിൽ തേങ്ങ ചിരകാൻ പ്രയാസമുള്ളവർക്കൊക്കെ ആ മെത്തേഡ് ഫോളോ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 1-2 മിനിറ്റിൽ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അരി വളരെ കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് അധികം അരയാതെയാണ് എടുത്തിരിക്കുന്നത്. ഫൈൻ പേസ്റ്റായിട്ട് വേണ്ട, കുറച്ച് തരികളോട് കൂടെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അരച്ച് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. ഞാനിപ്പോൾ ഈ അരച്ചതിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, ഇപ്പോൾ ഉടച്ചെടുത്ത തേങ്ങയാണ് ഇത്, ഞാൻ പുളിപ്പിച്ചതല്ല, ഉടനെ ഉടച്ചെടുത്ത തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങയാണ് നമ്മളിവിടെ ചിരകിയെടുത്തത്. ആ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒഴിച്ച് നമുക്ക് അരച്ചാൽ മതി. അപ്പോൾ ഇനി അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കൂടാതെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ അരച്ചെടുത്തു. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ അരച്ചെടുത്തത്. ഞാൻ 1 കപ്പ് വെള്ളവും ഒരല്പം കൂടെ, ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വരും. ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ദോശമാവ്, പുളിച്ച ദോശമാവ്, ഇപ്പോൾ തലേ ദിവസത്തെ മാവ് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറുക്കിയെടുത്തത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി എല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഞാൻ 1 പ്രാവശ്യം കൂടെ മിക്സിയിലിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ എല്ലാം നന്നായിട്ട്
മിക്സായി കിട്ടിയിട്ടുണ്ട്. ആദ്യം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് പെട്ടെന്നൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തത്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 4:30 ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ രാവിലെ നമുക്ക് മാവ് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് കുറച്ച് കട്ടി കൂടുതലാണ്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ മാവിൽ ഒരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയ്ക്ക് കുറച്ച് മതിയാകും. എന്നിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതുപോലെ കല്ലിൻ്റെ ഈ ചട്ടിയുടെ ചൂടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാവ് ഒഴിക്കാം. നല്ല ചൂട് വേണം. എന്നിട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. Till then, bye bye, take care, thank you. Happy Christmas and Happy New Year to all of you.